എല്ലാ കൂട്ടുകാർക്കും എന്നത്തെ പോലെ ഇന്നും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോറ് കൊണ്ടുണ്ടാക്കിയ പക്കോട. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചോറാണ്. ഇന്നലത്തെ ചോറാണ്, കളയണ്ടെന്ന് കരുതിയിട്ടാണ്. പുതിയ ചോറ് എടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ അരച്ചെടുത്ത ചോറിൽ 1/4 കപ്പ് ഗോതമ്പ് മാവ് ചേർക്കുക. അതിലേക്ക് 1/4 കപ്പ് റവ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു ചെറിയ സവാള അരിഞ്ഞത്, ഗ്രേറ്റ് ചെയ്ത 1 ക്യാരറ്റ്, ഗ്രീൻ ചില്ലി 1 അരിഞ്ഞത്, മല്ലിയില കുറച്ച്, അരിഞ്ഞ കറിവേപ്പില, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, സോഡാപ്പൊടി കുറച്ച് 3 നുള്ളാണ് ഞാൻ ഇട്ടത്, കായപ്പൊടി 1/4 ടീസ്പൂൺ. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിനാദ്യം വെള്ളം ചേർക്കരുത്, ഉപ്പ് ആവശ്യത്തിനിടുക. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കുക. കാരണം ഈ വേവിച്ച ചോറിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഞാനൊരു 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ചോട്ടം ചേർത്തിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് ഷേപ്പുള്ള സ്നാക്സാണ് ഉണ്ടാക്കണമെങ്കിൽ വെള്ളം ചേർക്കരുത്. ഞാൻ ഷേപ്പ് അങ്ങനെ ഇല്ലാത്തൊരു സ്നാക്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ കുഴച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെറുതായിട്ട് നുള്ളി ഇടാൻ കണക്കാക്കിയിട്ടാണ് ഞാൻ ആ മാവ് കുഴച്ചിട്ടുള്ളത്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാക്കുക. ഇട്ട് തീർന്ന ഉടനെ മറിച്ചിടരുത്. ഞാനത് കുറച്ച് കഴിഞ്ഞിട്ടാണ് മറിച്ചിടുന്നത്. ഒരു 2 മിനിറ്റ് അങ്ങനെ കിടന്നതിന് ശേഷമേ മറിക്കാവൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഇത് ഞാൻ കുറച്ച് നേരം സ്റ്റില്ലടിച്ചിരുന്നത് അതുകൊണ്ടാണ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ കൂട്ടുകാരെ. സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റുക. അങ്ങനെ എല്ലാ മാവും ഇതുപോലെ ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കുക. അങ്ങനെ എണ്ണയിൽ രണ്ടാമതിട്ട സ്നാക്സും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നേരത്തെ കോരി വെച്ചിട്ടുള്ള സ്നാക്സ് കൂടെ ഇട്ട് കുറച്ച് മല്ലിയില ഇട്ട് ഒരുമിച്ച് ചൂടാക്കി എടുക്കുക. ഒരു അടിപൊളി സ്നാക്സ് ആയിരുന്നു, നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി തലേ ദിവസത്തെ ചോറ് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് അറിയിക്കുക. നല്ലൊരു റെസിപ്പി ആയിരുന്നു. ഇതിനോടൊപ്പം തക്കാളി ചട്നി, ടൊമാറ്റോ സോസ്, തേങ്ങാ ചമ്മന്തിയോ എന്ത് വേണോ കഴിക്കാം. ചായക്ക് നല്ലൊരു സ്നാക്സ് ആയിരുന്നു. നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അപ്ലോഡ് ചെയ്ത ഇന്നത്തെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിന് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ ബൈ.